പരുന്തിനെപ്പറ്റി കേൾക്കുമ്പോൾ മുതിർന്ന തലമുറയിലെ ആളുകൾക്ക് ചെറുപ്പത്തിൽ പരുന്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കോഴിക്കുഞ്ഞുങ്ങളെ നോക്കിയ അനുഭവങ്ങൾ ഓർമ്മ വരും. എന്നാൽ ഈ വീഡിയോയിൽ കൂടി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് പരുന്തിൻ്റെ അതിശയിപ്പിക്കുന്ന കഴിവുകളെക്കുറിച്ചാണ്. മിസൈൽ വേഗത്തിൽ എത്ര സ്പീഡിലാണ് പരുന്ത് വരുന്നത്? എത്ര കിലോമീറ്റർ അകലെയുള്ള കാര്യങ്ങളെ വ്യക്തമായി കാണാൻ കഴിയും? പരുന്തിൻ്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റാത്തതിൻ്റെ കാരണമെന്ത്? ശത്രുക്കൾ ഇല്ലാത്ത ജീവിയായിട്ടും എന്തുകൊണ്ട് പെറ്റുപെരുകുന്നില്ല? ഏതൊക്കെ രാജ്യങ്ങളാണ് ദേശപക്ഷിയായി മുദ്രകളുമായി ഉപയോഗിക്കുന്നത്? ഇന്ന് സൈന്യങ്ങൾ എന്താവശ്യത്തിനായി പരുന്തിനെ ഉപയോഗിക്കുന്നു? പരുന്തിൻ്റെ രസകരമായ കുളിയും നടത്തവും നീന്തലും തുടങ്ങിയ വിവിധ കൗതുകങ്ങൾ അടങ്ങിയതാണ് ഈ വീഡിയോ. നമ്മളെല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന മറ്റൊരു അത്ഭുതമാണ് അവരുടെ കാഴ്ചശക്തി. കിലോമീറ്ററുകൾ അകലെയുള്ള ഇരയുടെ ഓരോ ചലനങ്ങളും വ്യക്തമായി കാണാൻ സാധിക്കും. മനുഷ്യനേക്കാൾ 4 തുടങ്ങി 8 മടങ്ങ് അധികം കാഴ്ചശക്തിയുണ്ട്. അതായത് 5 കിലോമീറ്റർ അകലെയുള്ള ചെറിയ ചലനങ്ങൾ പോലും വ്യക്തമായി കാണാൻ കഴിയും. പരുന്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ഒരേ സമയത്ത് 2 സ്ഥലത്ത് ഫോക്കസ് ചെയ്യാൻ കഴിയുന്നത്. അതായത് ഒരേ സമയത്ത് നേരെ മുൻപിലുള്ള ഇരയെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നതിനൊപ്പം വശങ്ങളിലുള്ള കാഴ്ചകളും വ്യക്തമായി കാണാൻ സാധിക്കും. നമ്മളെ വിസ്മയിപ്പിക്കുന്ന ഒരു കാര്യമാണ് പരുന്തിൻ്റെ കൂടിൻ്റെ വലിപ്പം. പക്ഷികൾക്കിടയിൽ ഏറ്റവും വലിയ കൂടുണ്ടാക്കുന്നത് പരുന്തുകളാണ്, പ്രത്യേകിച്ച് ബാൾഡ് ഈഗിൾ. ലോക റെക്കോർഡുള്ള കൂടിൻ്റെ ഭാരം ഞെട്ടിക്കുന്നതാണ്. ഫ്ലോറിഡയിൽ കണ്ടെത്തിയ ബാൾഡ് ഈഗിളിൻ്റെ കൂടിന് 9.5 അടി വീതിയും 20 അടി ആഴവും ഉണ്ടായിരുന്നു. തൂക്കമോ 2722 കിലോഗ്രാം. ഇവ സാധാരണ കൂടുകൂട്ടുന്നത് വളരെ ഉയർന്ന മരങ്ങളിലാണ്. ഇതുവഴി ശത്രുക്കളെയും ഇരകളെയും ദൂരത്തിൽ നിന്ന് തിരിച്ചറിയാൻ കഴിയും. പരുന്തുകളുടെ കുടുംബജീവിതം മനുഷ്യരെപ്പോലും അത്ഭുതപ്പെടുത്തുന്ന തരത്തിലാണ്. സാധാരണമായി ജീവിതകാലം മുഴുവനും ഒരു ഇണ മാത്രമേ ഉണ്ടാകൂ. ഇവയുടെ ഇണചേരൽ പ്രക്രിയ സാഹസികമാണ്. ഇതിനെ കാർട്ട് വീൽ ഡിസ്പ്ലേ എന്ന് വിളിക്കുന്നു. ആകാശത്ത് വെച്ച് ആൺപരുന്തും പെൺപരുന്തും പരസ്പരം നഖങ്ങൾ കോർത്ത് പിടിച്ച് താഴേക്ക് കറങ്ങി വീഴും. നിലത്ത് മുട്ടുന്നതിൻ്റെ തൊട്ടു മുൻപ് മാത്രമാണ് നഖങ്ങൾ വിടിയിച്ച് പറന്നുയർന്ന് തങ്ങളുടെ ധൈര്യവും കരുത്തും ഇണയുടെ മുന്നിൽ തെളിയിക്കുന്ന രീതിയാണിത്. തൻ്റെ പങ്കാളി മരിച്ചാൽ മറ്റൊരു ഇണയെ തേടിപ്പോകില്ല. എന്നാൽ ചെറുപ്രായത്തിൽ പരുന്തിൻ്റെ പങ്കാളി മരിച്ചുപോയാൽ മറ്റൊരു ഇണയെ കണ്ടെത്തും. പരുന്തിൻ്റെ എടുത്തു പറയേണ്ട ഒരു ആയുധമാണ് അവയുടെ നഖങ്ങൾ. ശരാശരി മനുഷ്യൻ കൈകൾ കൊണ്ട് പിടിക്കുന്ന ബലത്തേക്കാൾ 10 ഇരട്ടി ബലം ഇവയുടെ നഖങ്ങൾക്കുണ്ട്. ഓരോ നഖത്തിനും 400 PSIക്ക് മുകളിൽ ബലം കൊടുക്കാൻ സാധിക്കും. ഒരിക്കൽ പിടിച്ചു കഴിഞ്ഞാൽ അത് തനിയെ ലോക്കായി പോകും. ആ ലോക്ക് പിന്നെ വിടാൻ പരുന്ത് തന്നെ തീരുമാനിക്കണം. നമ്മളൊക്കെ വിചാരിച്ചിരിക്കുന്നത് പരുന്ത് ഇരയെ കൊല്ലുന്നത് ഇരയെ കൊത്തിയാണെന്ന്. എന്നാൽ അങ്ങനെയല്ല. ഓരോ കാലിനും 4 നഖങ്ങളുണ്ട്. ഈ നഖങ്ങൾ ഉപയോഗിച്ച് ശക്തമായി ബലം കൊടുത്ത് ആന്തരിക അവയവങ്ങൾ തകർക്കും. ശ്വാസം മുട്ടിച്ചുമാണ് കൊല്ലുന്നത്. കാലിൻ്റെ അടിഭാഗം വളരെ പരുക്കനായതുകൊണ്ട് എത്ര വഴക്കലുള്ള മീനായാൽ പോലും തെന്നിപ്പോകാതെ പിടിച്ചു വയ്ക്കാൻ സാധിക്കും. ഇങ്ങനെ നഖത്തിന് ശക്തമായ ലോക്കിംഗ് സിസ്റ്റം ഉള്ളതുകൊണ്ട് ചില്ലകളിലിരുന്ന് എത്ര ഗാഢമായി ഉറങ്ങിയാലും പിടിവിട്ട് താഴേക്ക് വീഴില്ല. പരുന്തിന് സ്വാഭാവികമായ ശത്രുക്കളില്ല. സിംഹത്തെപ്പോലെയോ പുലികളെപ്പോലെയോ പരുന്തിന് വേട്ടയാടി പിടിക്കുന്ന വേറെ ജീവികളില്ല. പിന്നെ ഒരു ചോദ്യം, എന്തുകൊണ്ട് പെറ്റുപെരുകുന്നില്ല? അതിന് പ്രധാനമായ ചില കാരണങ്ങളുണ്ട്. 1. പരുന്തുകൾ പരമാവധി 3 മുട്ടകൾ മാത്രമേ ഇടുകയുള്ളൂ. പലപ്പോഴും ഒരു കുഞ്ഞു മാത്രമേ അതിജീവിക്കൂ. അതിന് കാരണം സിബ്ലിസൈഡ് ആണ്. സിബ്ലിസൈഡ് എന്നാൽ കുഞ്ഞുങ്ങൾ തമ്മിലുള്ള പോരാട്ടം. ഭക്ഷണം കൂടുതൽ ലഭിക്കുന്നതിനായി ശക്തമായ കുഞ്ഞ് ദുർബലനായ സഹോദരങ്ങളെ ആക്രമിക്കുന്നതും കൊല്ലുന്നതുമാണ്. പരുന്തിൻ്റെ കുഞ്ഞുങ്ങളിൽ ഇത് സാധാരണമാണ്. എന്നാൽ നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത് ഈ പോരാട്ടത്തിൽ മാതാപിതാക്കൾ ഇടപെടാറില്ല. അതുപോലെ മറ്റൊരു കാരണം, പരുന്തുകൾക്ക് അതിർത്തികളുണ്ട്. തൻ്റെ അതിർത്തിയിലേക്ക് മറ്റു പരുന്തുകൾ പ്രവേശിക്കുന്നത് അനുവദിക്കില്ല. ഭക്ഷണക്കുറവ് വരുമ്പോൾ അതിർത്തികൾ ലംഘിക്കുന്നു. അതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന പോരാട്ടങ്ങളിൽ ദുർബലരായ പരുന്തുകൾ മരിച്ചു പോകുന്നു. അതുപോലെ ഉയരത്തിൽ പറക്കാനും സ്പീഡിൽ ഡൈവ് ചെയ്യാനുമൊക്കെ വളരെ ഉയർന്ന എനർജി ആവശ്യമാണ്. അതുകൊണ്ട് ദുർബലർ ഇല്ലാതെയാകുന്നു. കുഞ്ഞുങ്ങൾ പ്രായപൂർത്തിയാകാൻ 5 വർഷം വരെ ആവശ്യമാണ്. ഈ സമയത്തുള്ള അപകടങ്ങളും കാരണമാണ്.
നിങ്ങൾ വിശ്വസിക്കുമോ എന്നെനിക്കറിയില്ല, എന്നാൽ ശാസ്ത്രീയമായ സത്യമാണ്. പരുന്തിൻ്റെ കണ്ണിനും മനുഷ്യൻ്റെ കണ്ണിനും ഒരേ വലിപ്പമാണ് ഉള്ളത്. മനുഷ്യൻ്റെ കണ്ണിന് 24 മില്ലിമീറ്റർ വലിപ്പമുണ്ട്. എന്നാൽ വലിയതും ഇടതരത്തിലുള്ള പരുന്തുകൾക്ക് മനുഷ്യൻ്റെ ഒപ്പമോ അതിൽ കൂടുതലുമാണ് അവരുടെ കണ്ണുകളുടെ വലിപ്പം. എന്നാൽ നമ്മുടെ ഇടയിൽ കാണുന്ന ചെറിയ ഇനം പരുന്തുകൾക്ക് മനുഷ്യനേക്കാൾ ചെറിയ കണ്ണാണ്. എന്തുകൊണ്ട് നമുക്ക് അവരുടെ കണ്ണിൻ്റെ വലിപ്പം മനസ്സിലാക്കാൻ കഴിയുന്നില്ല? നമ്മുടെ തലയുമായി താരതമ്യം ചെയ്യുമ്പോൾ നമ്മുടെ കണ്ണ് വളരെ ചെറുതാണ്. എന്നാൽ പരുന്തിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. പരുന്തിൻ്റെ തലയുടെ ഭൂരിഭാഗവും അവയുടെ കണ്ണുകളാണ്. പിന്നെ പരുന്തിൻ്റെ തലച്ചോറിനേക്കാൾ ഭാരം അവയുടെ കണ്ണുകൾക്കുമുണ്ട്. മനുഷ്യൻ്റെ കണ്ണ് ഗോളാകൃതിയിലാണ്. എന്നാൽ പരുന്തിൻ്റെ കണ്ണ് പരന്നതായതുകൊണ്ട് അകലെയുള്ള വസ്തുക്കൾ വ്യക്തമായി കാണാൻ സാധിക്കുന്നു. ഒരു രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, അൾട്രാവയലറ്റ് രശ്മികൾ കാണാൻ കഴിയുന്നതുകൊണ്ട് ചെറിയ ജീവികൾ മൂത്രമൊഴിച്ച പാതകൾ പിന്തുടർന്ന് ഇരയെ കണ്ടെത്താൻ കഴിയും. സാധാരണ 3 മുട്ടകൾ വരെയാണ് ഇടുന്നത്. ഇതിൽ ഒരു കുഞ്ഞു മാത്രമേ അതിജീവിക്കാറുള്ളൂ. കുഞ്ഞുങ്ങളെ പറക്കാൻ പഠിപ്പിക്കുന്ന രീതി പ്രസിദ്ധമാണ്. വളർച്ച എത്തിയിട്ടും പറന്നില്ലെങ്കിൽ ഭക്ഷണം കൊടുക്കാതെ കൂടിൻ്റെ അരികത്ത് അമ്മ പറന്നു നിൽക്കും. വിശപ്പ് സഹിക്കാനാവാതെ ആ കുഞ്ഞ് ഭക്ഷണത്തിനായി ചാടേണ്ടി വരുന്നു. ഈ ചാട്ടത്തിൽ താഴേക്ക് വീഴുമ്പോൾ അതിജീവനത്തിനായി ചിറകടിച്ച് പറന്നു തുടങ്ങും. ചില കുഞ്ഞുങ്ങൾ ഭക്ഷണത്തിനായി ചാടാതെ പേടിച്ച് തുടരുകയാണെങ്കിൽ മാതാപിതാക്കൾ ചിറകുകൾ കൊണ്ട് തള്ളിയിടും. അപ്പോൾ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ചിറകടിച്ച് തുടങ്ങുന്നു. ഒരു ഇരയെ കണ്ടെത്തി അതിനെ പിടിക്കാൻ ശ്രമിക്കുമ്പോഴാണ് ശരിക്കും ഒരു ഫ്ലൈയിങ് മെഷീനായി മാറുന്നത്. ആകാശത്ത് നിന്ന് താഴേക്ക് മിന്നൽ വേഗത്തിലാണ് ഡൈവ് ചെയ്യുന്നത്. ഗോൾഡൻ ഈഗിൾ എന്ന പരുന്ത് താഴേക്ക് കുതിക്കുന്നത് മണിക്കൂറിൽ 250 മുതൽ 320 കിലോമീറ്റർ വരെ വേഗത്തിലാണ്. ഒരു ഉദാഹരണം എടുത്താൽ തിരുവനന്തപുരത്ത് നിന്ന് കോഴിക്കോട് വരെ 1 മണിക്കൂറും കൊണ്ട് എത്താൻ പറ്റുന്ന വേഗത. സ്വന്തം ശരീരഭാരത്തിൻ്റെ 2 ഇരട്ടി മുതൽ 4 ഇരട്ടി വരെ ഭാരം ഉയർത്തിക്കൊണ്ടുപോകാൻ കഴിയും. പരുന്തുകളെക്കുറിച്ച് വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും ചെറിയ മാനുകളെയും ആട്ടിൻകുട്ടികളെയും ഉയർത്തിക്കൊണ്ടുപോകുന്നത്. എങ്ങനെ ഇത് സാധിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇവിടെയാണ് മുകളിൽ വിവരിച്ച പരുന്തിൻ്റെ താഴേക്ക് കുതിക്കുമ്പോഴുള്ള വേഗത സഹായിക്കുന്നത്. താഴേക്ക് കുതിക്കുമ്പോൾ ഉണ്ടാകുന്ന മൊമെൻറ്റം, മലയാളത്തിൽ ചലനശക്തി, ഇരയെ മുകളിലേക്ക് ഉയർത്തിക്കൊണ്ടുപോകാൻ സഹായിക്കുന്നു. ഒപ്പം ഒരു ലോക്കിട്ട പോലെ മുറുക്കി പിടിക്കാൻ കഴിയുന്ന നഖങ്ങളും ശക്തമായ കാലുകളിലെ പേശികളും ഇരയെ പൊക്കിയെടുക്കുവാൻ സഹായിക്കുന്നു. ഇങ്ങനെ ഇരയെ പൊക്കിക്കൊണ്ടുപോകുന്നതിൽ ലോക റെക്കോർഡുള്ള പരുന്താണ് ഹാർപ്പി ഈഗിൾ. മരങ്ങളിൽ ഇരിക്കുന്ന കുരങ്ങുകളെ, സ്ലോത്തിനെയൊക്കെ ഇവർ സ്ഥിരമായി വേട്ടയാടി പൊക്കിക്കൊണ്ടുപോകാറുണ്ട്. പരുന്തുകൾ മാംസം മാത്രമല്ല എല്ലുകളും കഴിക്കാറുള്ള കാര്യം എത്ര പേർക്കറിയാം? ഇവയുടെ വയറ്റിലെ ആസിഡിന് സ്റ്റീല് പോലും അലിയിപ്പിക്കാൻ കഴിവുണ്ട്. ഇങ്ങനെ എല്ലിൽ നിന്ന് കിട്ടുന്ന കാൽസ്യം പരുന്തിൻ്റെ ശരീരത്തിന് കൂടുതൽ കരുത്ത് നൽകുന്നു. ചിലപ്പോൾ പൂർണ്ണമായി ദഹിക്കാത്ത രോമങ്ങളോ അസ്ഥികളോ ഉണ്ടെങ്കിൽ അവ ഒരു ഉണ്ട രൂപത്തിലാക്കി പുറത്തേക്ക് തുപ്പിക്കളയുന്നു. പരുന്തിന് നമ്മളെപ്പോലെ കണ്ണ് അനക്കാൻ കഴിയില്ല. അതിന് പകരമായി തല 270 ഡിഗ്രി വരെ തിരിക്കാൻ സാധിക്കും. അതായത് ശരീരം അനക്കാതെ പിന്നിലുള്ള കാഴ്ച കാണാൻ സാധിക്കും. നമ്മളിൽ പലർക്കും ഉണ്ടാവുന്നൊരു സംശയമാണ്, ഇത്രയും വേഗത്തിൽ കുതിച്ചു വരുമ്പോൾ അന്തരീക്ഷത്തിലെ പൊടിപടലങ്ങൾ കാരണം കാഴ്ച മറക്കില്ലേ എന്ന്. ഇത് തടയാൻ വേണ്ടി ട്രാൻസ്പെറൻ്റായ ഒരു 3-ാം കൺപോളയുണ്ട്. ഇത് കുതിക്കുമ്പോൾ കണ്ണ് ഉണങ്ങിപ്പോകാതിരിക്കാനും പൊടിപടലങ്ങൾ തടയാനും സഹായിക്കും. പരുന്തുകൾ സാധാരണ പറക്കുന്നത് 10,000 അടി തുടങ്ങി 15,000 അടി ഉയരത്തിലാണ്. അവിടെ ഓക്സിജൻ കുറവാണ്. പിന്നെ അവരെങ്ങനെ ശ്വസിക്കുന്നു? പരുന്തിന് 2 വായുസഞ്ചികൾ ഉള്ളതുകൊണ്ട് ശ്വസിക്കുമ്പോഴും ശ്വാസം പുറത്തു വിടുമ്പോഴും ഓക്സിജൻ കിട്ടുന്നു. അതുപോലെ വലിയ ഹൃദയവും രക്തത്തിലെ പ്രത്യേക ഹിമോഗ്ലോബിനും കൂടുതൽ ഓക്സിജൻ ശേഖരിക്കാൻ സഹായിക്കുന്നു. നമ്മൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാവും പരുന്ത് താഴ്ന്നു പറക്കുമ്പോൾ കാക്ക ആക്രമിക്കുന്നത്. ഈ സമയത്ത് പരുന്ത് തിരിച്ച് ആക്രമിക്കാതെ ഉയരത്തിൽ പറക്കുന്നു. കാക്കകൾക്ക് ഉയരത്തിൽ ശ്വസിക്കാൻ വേണ്ട ശരീര കഴിവുകൾ ഇല്ലാത്തതുകൊണ്ട് ഉയരത്തിൽ പറക്കുന്ന പരുന്തിനെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. പരുന്തുകളുടെ നടനം ശ്രദ്ധിച്ചിട്ടുണ്ടോ? കാണാൻ നല്ല രസമാണ്. വശങ്ങളിലേക്ക് ആടിയാണ് നടക്കുന്നത്.
വലിയ ശരീരഭാഗം താങ്ങാൻ കാല് അകത്തി വെക്കേണ്ടതായി വരുന്നു. ഒപ്പം വലിയ നഖങ്ങൾ കാരണം ഉയർത്തി വെച്ച് നടക്കേണ്ടതായി വരുന്നു. പരുന്തുകൾ നീന്താറുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? അതും ബട്ടർഫ്ലൈ സ്ട്രോക്ക്. ഭാരം കൂടിയ മീനെ പിടിക്കുമ്പോൾ പൊക്കിക്കൊണ്ടു പോകാൻ പറ്റാതെ ആവുമ്പോൾ ചിറകുകൾ വീശി കരയിലേക്ക് നീന്തി കയറുന്നു. പരുന്തുകളെല്ലാം മാന്യന്മാരായ വേട്ടക്കാരാണെന്ന് നിങ്ങൾ കരുതേണ്ട. ഇവരുടെ ഇടയിൽ വലിയ കള്ളന്മാരുമുണ്ട്. ബോൾഡ് ഈഗിൾ, ഓസ്പ്രേ എന്ന പക്ഷി കഷ്ടപ്പെട്ട് പിടിച്ച മീനുകൾ ആകാശത്ത് വെച്ച് തട്ടിയെടുക്കും. ഗോൾഡൻ ഈഗിൾ ചെറിയ പരുന്തുകളിൽ നിന്നും കുറുക്കന്മാരിൽ നിന്നുമൊക്കെ ഇരയെ തട്ടിയെടുക്കും. എന്തുകൊണ്ട് പരുന്ത് പല രാജ്യങ്ങളുടെയും ദേശീയപക്ഷി, ദേശീയമുദ്രകളൊക്കെ ആയത് എന്ന് നമുക്ക് നോക്കാം. പരുന്തിൻ്റെ കരുത്ത് എപെക്സ് പ്രെഡേറ്ററാണ്. അതായത് പരുന്തിനെ വേട്ടയാടാൻ വേറെ ജീവികളില്ല. ഇതുപോലെ രാജ്യത്തെ ആർക്കും തോൽപ്പിക്കാൻ കഴിയില്ല എന്ന സൂചന നൽകുന്നു. പരുന്തിൻ്റെ ശക്തമായ കാഴ്ചശക്തിയെ ദീർഘവീക്ഷണമായി കാണുന്നു. പരുന്തുകൾ ആകാശത്തിലൂടെ അതിർത്തികളില്ലാതെ സ്വതന്ത്രമായി ഉയരത്തിൽ പറക്കുന്നു. ഇത് പരമാധികാരത്തിൻ്റെ പ്രതീകമായി കരുതുന്നു. അതുപോലെ ചരിത്രപരമായ പാരമ്പര്യവും സംസ്കാരവും പരുന്തിനെ പല രാജ്യങ്ങളുടെ ദേശീയ പക്ഷിയായും ദേശീയ മുദ്രയുമായി സ്വീകരിച്ചു. ചില ഉദാഹരണങ്ങൾ നോക്കാം. അമേരിക്കയുടെ ദേശീയപക്ഷി ബോൾഡ് ഈഗിൾ. ജർമ്മനി, മെക്സിക്കോ അവരുടെ ദേശീയപക്ഷി ഗോൾഡൻ ഈഗിൾ. ഫിലിപ്പൈൻസിലെ ഫിലിപ്പൈൻ ഈഗിൾ. ഇങ്ങനെ പോകുന്നു. റഷ്യ, പോളണ്ട്, ഓസ്ട്രിയ, നൈജീരിയ എന്നീ രാജ്യങ്ങളിലെ ഔദ്യോഗിക മുദ്രകളിൽ പരുന്തുണ്ട്. അതുപോലെ സ്പോർട്സ് ക്ലബ്ബുകൾ, ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻസ്, ബിസിനസ് ബ്രാൻഡ്സ്, മിലിറ്ററി യൂണിറ്റുകൾ തുടങ്ങിയ പല സ്ഥാപനങ്ങളിലും പരുന്തിൻ്റെ പേര് ഉപയോഗിക്കുന്നു. അതെ, പരുന്ത് വെറും ഒരു പക്ഷിയല്ല, അത് വിജയത്തിൻ്റെയും ആത്മവിശ്വാസത്തിൻ്റെയും ഒരു ആഗോള മുദ്രയാണ്. പണ്ടുകാലത്ത് സന്ദേശങ്ങൾ എത്തിക്കാനാണ് പരുന്തിനെ ഉപയോഗിച്ചിരുന്നത്. ആധുനിക കാലത്ത് പരുന്തിനെ പരിശീലിപ്പിച്ച് ഹൈടെക്കായി ഉപയോഗിക്കുന്നു. പ്രധാനമായി ശത്രുക്കൾ വിടുന്ന ഡ്രോണിനെ റാഞ്ചിയെടുത്ത് നശിപ്പിക്കാൻ വിവിധ രാജ്യങ്ങളുടെ സൈന്യങ്ങൾ ഉപയോഗിക്കുന്നു. ഇന്ത്യൻ സൈന്യം അർജുൻ എന്ന പരുന്തിനെ പരിശീലിപ്പിച്ച് ഡ്രോൺ വേട്ടയ്ക്കായി ഉപയോഗിക്കുന്നു. പരുന്തുകൾക്ക് കുളിക്കുന്നത് ഇഷ്ടമുള്ള കാര്യമാണ്. ആഴം കുറഞ്ഞ ജലാശയങ്ങളിൽ വെള്ളത്തിലിറങ്ങി തലമുക്കി വെള്ളത്തിൽ ചിറകടിച്ചാണ് കുളിക്കുന്നത്. കുളി കഴിഞ്ഞ ശേഷം സൺബാത്ത് നടത്തിയ ശേഷമാണ് പറന്നു പോകുന്നത്. 60ഓളം വിവിധ ഇനം പരുന്തുകളുണ്ട്. പെൺപരുന്തുകൾ 25% ആൺപരുന്തുകളേക്കാൾ വലിപ്പമുണ്ടാകും. അന്റാർട്ടിക്ക ഒഴികെ ലോകത്തിലെ എല്ലായിടത്തും പരുന്തിനെ കാണാൻ സാധിക്കും. 20 വർഷം തുടങ്ങി 30 വർഷം വരെയാണ് ആയുസ്. പരുന്തിനെക്കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.